ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിലെ വൺ ഡേ ട്രക്കിങ്ങിനിടെ കാണാനിടയായ വന്യമൃഗങ്ങളുടെയും അവയുടെ കാഴ്ചകളും കാടിൻ്റെ കാഴ്ചകളും വന്യതയും അടങ്ങുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ യാത്രയ്ക്കിടെ ബസ്സിലിരുന്നു കൊണ്ട് തന്നെ, അതായത് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ബസ്സിൽ തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിറയെ മാൻകൂട്ടങ്ങളെ കാണാമായിരുന്നു. ഇത് അവിടുത്തെ ഒരു ഉന്നതിയാണ്, റോഡ് സൈഡിലുള്ള ഒരു ഉന്നതിയാണിത്. 6 ഉന്നതികളിലായി 4 വിഭാഗക്കാർ താമസമുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. അതിലൊരു ഉന്നതിയാണ് ഇതാണ് റോഡ് സൈഡിലാകെയുള്ളത്. ഇതിൻ്റെ ചുറ്റും വഴിയിലും മൊത്തം ഇതുപോലെ മാൻകൂട്ടങ്ങളും കാട്ടുപോത്തിൻ്റെ കൂട്ടവും ധാരാളം നമുക്ക് കാണാം. ധാരാളമായിട്ട് കണ്ണ് നിറയെ കാണാനായിട്ട് നമുക്ക് മാനിൻ്റെ കൂട്ടങ്ങൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും നിറയുണ്ട്. യാതൊരു പേടിയും ഇല്ലാതെ സ്വൈരവിഹാരം, ആരും അവയെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നുമില്ല. യഥേഷ്ടം സഞ്ചരിച്ച് തീറ്റയെടുത്ത് ഉല്ലസിച്ച് നടക്കുന്ന മാൻകൂട്ടങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ണിനും മനസ്സിനും ആനന്ദകരമായ യാത്ര. ഇത്തവണത്തെ പറമ്പിക്കുളം യാത്ര ആരെയും നിരാശപ്പെടുത്തിയില്ല. നല്ല മനോഹരമായ കാനന കാഴ്ചകളായിരുന്നു നമുക്കേവർക്കും ലഭിച്ചത്. ധാരാളം മാൻകൂട്ടങ്ങൾ, അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ധാരാളം കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങൾ. ഇതെല്ലാം കുടുംബസമേതം കാട്ടുപോത്ത് ദൃശ്യമായി തുടങ്ങി. ആദ്യം നമ്മൾ ഒന്നിനെയോ രണ്ടിനെയോ ഒക്കെയാണ് നമുക്ക് വിസിബിൾ ആകുന്നത്. പക്ഷേ അല്പസമയം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയാൽ കൂട്ടത്തോടെയാണ്, ആണും പെണ്ണും, പിന്നെ ഇതിൽ സവിശേഷമായിട്ട് കുഞ്ഞുങ്ങളെ കണ്ടാൽ നമ്മുടെ നാട്ടിൻപുറത്തെ പശുക്കുട്ടിയെ പോലെയായിരിക്കുന്നത്, അല്ലാതെ കാട്ടുപോത്തിനെ പോലെ ഇരിക്കുകയല്ല ഇതിൻ്റെ കൊച്ചു കുഞ്ഞ്. അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇപ്പുറത്തായിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞവിടെ അടുത്തുണ്ട്. അതായത് കാണുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. ആദ്യം നമ്മൾ 1-2 കാട്ടുപോത്തിനെ കാണത്തുള്ളൂ. പക്ഷേ അവ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമല്ല, ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. ഒരു കൊച്ചുകുട്ടി പോകുന്ന കണ്ടോ? അതിനെ കണ്ടാൽ നമ്മുടെ പശുക്കുട്ടിയെ പോലെയാണ് തോന്നുന്നത്, അല്ലാതെ കാട്ടുപോത്തിൻ്റെ ലക്ഷണമല്ല ഈ ചെറിയ സ്റ്റേജിൽ കാണിക്കുന്നത്. എത്ര പേരെ 2, 4, 6 എണ്ണത്തിനെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം. ഇനിയുണ്ട്, ധാരാളം ഉണ്ട്. പിന്നെ അധിക സമയം വണ്ടി നിർത്തിയാൽ അവയുടെ പ്രകോപനമാകുമോ എന്ന് കരുതി പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും തല ഉയർത്തി കൂടെ നോക്കുന്നുണ്ട്. അവ സാവകാശം സ്വൈരമായി നിന്ന് ആഹാരം കഴിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് തല ഉയർത്തി നമ്മളെ നോക്കുമ്പോൾ നമുക്ക് പേടിയാവും, ഇനി ഫിയേഴ്സ് ചെയ്യുമെന്നുള്ളത്. ഏതായാലും പറമ്പിക്കുളം യാത്ര അതിൻ്റെ കാട്ടുമൃഗങ്ങളെ അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ കൊണ്ട് സമ്പുഷ്ടമായ പറമ്പിക്കുളം യാത്ര ഇത്തവണ വല്ലാത്തൊരു അനുഭവമായിരുന്നു. മുമ്പൊരിക്കൽ പോയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ നിറയെ കാട്ടുപോത്തും മാനും മയിലിനെയൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയില്ല കേട്ടോ. ഇവിടെ കാട്ടുകോഴിയാണ്, പക്ഷേ അത് അത്ര തെളിഞ്ഞിട്ടില്ല. 2 കാട്ടുകോഴികൾ അവിടെ ഉണ്ടായിരുന്നു. സ്പീഡിന് പോകുന്നതുകൊണ്ട് കാട്ടുകോഴി പറന്ന് പൊക്കളഞ്ഞ് കിട്ടിയില്ല. ഇത് തേക്കൻ കൂട്ടം. 200 മീറ്റർ അകലെ, റോഡിൽ നിന്ന് 200 മീറ്റർ അകലെ വരെയായിട്ടാണ് ഈ തേക്കുകൾ നട്ടിട്ടുള്ളത്. പഴയ കാലത്തുണ്ടായിരുന്ന തേക്ക് ബ്രിട്ടീഷുകാർ മുറിച്ചെടുത്തിട്ട് പുതിയത് പ്ലാന്റ് ചെയ്തതാണ്. അതിനെ കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പാകത്തിനുള്ള യാത്രാ സൗകര്യം കണക്കാക്കി റോഡിൽ നിന്ന് 200 മീറ്റർ അകലെ വരെയാണ്. കോടമഞ്ഞിൽ പുതച്ചിട്ട് രാവിലെയാണ് ഞങ്ങൾ ട്രക്കിങ്ങിന് പോയത്. കോടമഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന പറമ്പിക്കുളം ടൈഗർ റിസർവാണ് നാം ഇപ്പോൾ കാണുന്നത്. വഴിയരികിലുള്ളതെല്ലാം തേക്ക് പ്ലാന്റേഷനാണ്. അത് അടുത്ത കാട്ടുപോത്ത് വിസിബിളായി, അടുത്ത ഗ്രൂപ്പ് നമുക്ക് വിസിബിളായി. ഇതിലും ധാരാളം കാട്ടുപോത്തുകളുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങൾ 4 മറ്റോ ഉണ്ട്. കാലിൽ വെള്ള സോക്സ് ഇട്ടതുപോലെ കുഞ്ഞുങ്ങൾക്കും ഉണ്ട് ആ പ്രത്യേകത. കാലിൽ വെള്ള സോക്സ് ഇട്ട്, മുഖത്ത് വെളുപ്പ് നിറം, കൊമ്പിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് ആണോ പെണ്ണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. പിന്നെ കറുപ്പ് നിറം കൂടുതലുള്ളത് ആണാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
അങ്ങനെ ഇത്തവണത്തെ പറമ്പിക്കുളം യാത്ര ധന്യമായിരുന്നു. കണ്ണു നിറയെ കാട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും കാണാനും അവയുടെ ആവാസ വ്യവസ്ഥകൾ മനസ്സിലാക്കാനും ധാരാളം ഞങ്ങൾക്ക് കഴിഞ്ഞു. ശരിക്കും അവിടെ ഒരു ദിവസം ഞങ്ങൾ തങ്ങിയാണ് ഇത് കാണാൻ കഴിഞ്ഞത്. രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് പോയി അവിടെയൊക്കെ കണ്ട് രാവിലത്തെ ട്രെക്കിങ്ങിന് പോകുന്നതിനിടയ്ക്കാണ് ഈ മൃഗങ്ങളെ ഇത്രയും അടുത്ത് കണ്ടത്. രാവിലെയാണ് ഇത്രയും അടുത്ത് കാണാൻ കഴിയുന്നത്. വെയിലുറയ്ക്കുമ്പോൾ അവ മാളങ്ങളിലേക്കോ അവരുടെ താമസ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ തണൽ പ്രദേശങ്ങളോ വെള്ളമുള്ളടോ നോക്കി മാറിക്കളയും. അപ്പം നമുക്ക് കാണാൻ കഴിയില്ല. ഏതായാലും ഇവിടെ ഒരു കാട്ടുപോത്തങ്ങ് അകലെ നിൽപ്പുണ്ട്. അതൊരു 1.5 കാട്ടുപോത്താണ് കേട്ടോ. നല്ല ഗമണ്ടനൊരു കാട്ടുപോത്ത്. അത് നോക്കൂ, 1000 കിലോ വരും. ശരിക്കും ഇപ്പോൾ കാണാം. ഒന്നുകൂടി വണ്ടി മുമ്പോട്ട് നീങ്ങുമ്പോൾ കാണാം. എന്താ ലക്ഷണമൊത്തൊരു കാട്ടുപോത്ത് കണ്ടോ.